അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഫൈസൽ ബാബു എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയുടെ ഒരു വോയിസ് കേൾക്കാനിടയായി. കാന്തപുരം ഉസ്താദിനെ പറ്റി അദ്ദേഹം പറയുന്നത് മുട്ടത്തുകാവിലെ മൂർത്തിയെ ആരാധിക്കുന്നത് പോലെ കാരന്തൂരിക്കാവിലെ ദൈവമാണ് കാന്തപുരം. എന്താ കാരണം? കാന്തപുരത്തെ എല്ലാവരും മുത്തുന്നു, കാന്തപുരത്തെ മുത്താൻ കിട്ടാത്ത ഒരു പേരോടിനെ മുത്തുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വേവലാതി. ഈ വേവലാതിയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് കാരന്തൂരിക്കാവിലെ ദൈവമാണ് കാന്തപുരം എന്ന്. പണ്ടേ മുസ്ലിം ലീഗുകാരിൽ പലർക്കും വിവരമില്ല. അതെല്ലാവരും അനുഭവിച്ചറിഞ്ഞ വിഷയമാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങിങ്ങായി കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രായം ചെന്ന കുറെ ആളുകളും മറ്റുമൊക്കെ ഈ കാവ്യം കൊണ്ടെടുത്തവർ ഉള്ള കാലത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് സുഖിക്കാം എന്നതിനപ്പുറം ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും കഴിയുന്ന സമൂഹം വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണിടറി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഇത് വെറുതെ വലിയ വർത്താനം പറഞ്ഞതല്ല. നമ്മൾ വേങ്ങരയിലും താനൂരിലും തിരൂരും ഒക്കെ, കൊയിലാണ്ട് അതേപോലെ തന്നെ കൊടുവള്ളിയിലും ഒക്കെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാ. അതുകൊണ്ട് വലിയ വർത്താനം പറയാൻ നിൽക്കണ്ട. ഇവിടെ ശക്തമായ ഭാഷയിൽ മഹാനായ കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്ന സീതി ഹാജിയുടെ മകൻ ബഷീർ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു. ഞാൻ ചോദിക്കട്ടോ, നിങ്ങളുടെ ഉപ്പ ഉണ്ടല്ലോ സീതി ഹാജി, അദ്ദേഹമല്ലേ പുളിക്കൽ നിന്ന് പ്രസംഗിച്ചത് എന്റെ ഓരോ തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ഞാൻ ചിലവഴിക്കുമെന്ന്? എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ വാപ്പയുടെ പ്രസംഗം കൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിന് അതിശക്തമായ കോട്ടകൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുമെല്ലാം ഉണ്ടാവാൻ പ്രചോദനമുണ്ടായത്. നിങ്ങളുടെ വാപ്പയുടെ അതേപോലത്തെ മുസ്ലിം ലീഗിന്റെ ആളുകളുടെ പ്രസംഗവും പ്രവർത്തനവുമാണെങ്കിൽ ഇനിയും നിങ്ങൾ ആ തെറിപ്പാട്ടും പൂരപ്പാട്ടുമാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കൊരു പേടിയുമില്ല. 1989, 90 കാലഘട്ടങ്ങളില് ഒരാളും ചിന്തിക്കാത്ത സമരമുഖങ്ങൾ കടന്നു വന്നവരാണ് സുന്നികൾ. ആദർശ വൈരാളികളുടെ തോക്കും തൂക്കുമലവും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിരുന്നു ഒരു കാലത്ത് പണ്ഡിതന്മാരെ മയക്കി കിടത്താൻ മയക്കുപിടി കൊടുത്ത് അവിടെ നിന്ന് പണ്ഡിതന്മാരെ കൈപിടിച്ച് ഉയർത്തി സമൂഹത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന അജയ്യനായ നേതാവാണ് കാന്തപുരം. അദ്ദേഹത്തിന്റെ വരവ് നിങ്ങൾക്ക് സഹിക്കുന്നില്ല, നിങ്ങൾക്ക് സുഖിക്കുന്നില്ല. എങ്ങനെയും അങ്ങ് തകർക്കാമെന്നാണോ ധരിക്കുന്നത്? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അതിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്. നിശ്ചയം അല്ലാഹു തആല ആരുടെ കൂടെ ഉള്ളത്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരോടുകൂടെ, ഒപ്പം നന്മകൾ ചെയ്യുന്നവരോടുകൂടെ. അവശത അനുഭവിച്ച, അവകാശം നിഷേധിക്കപ്പെട്ട, അവഗണനയുടെ ചാട്ടവാറടിയേറ്റ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി കാവൽ കിടക്കുന്ന ഒരു നേതാവിനെ നിങ്ങളങ്ങ് വിമർശിക്കുമ്പോ, നിങ്ങളങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്ന് ധരിക്കുമ്പോ, അതൊക്കെ ഫലിക്കണമെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ തീരുമാനമില്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് അങ്ങോട്ട് ഇമ്പാച്ചി മുഴക്കണ്ട. വിമർശിക്കുന്നിടത്തോളം റബ്ബർ പന്ത് പോലെ അടിക്കുന്നതിന്റെ ഡബിൾ സ്ട്രോങ് തിരിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുന്ന കാഴ്ചയാണ് കാന്തപുരം ഗ്രൂപ്പിന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ ചുമ്മാതിരുന്നാൽ നല്ലത് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താറുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ നോക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ നോക്ക് ബഷീറെ. അതേപോലെ ഫൈസലെ, പരിശുദ്ധമായ ഇസ്ലാം എന്താണെന്ന് ആദ്യം ഒന്ന് പഠിക്കുക. അല്ലാതെ പച്ചക്കൊടിയും തോളിൽ വെച്ച് കുറെ കാലം ഈ മലബാറിൽ ഇങ്ങനെ നടന്നിട്ട് നിയമസഭയിലും മൈക്ക് കിട്ടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കാന്തപുരം ഉസ്താദിനെ ആദരിക്കുന്നുണ്ട്, അതിനെന്തേ കുഴപ്പം? കൈ മുത്തുന്നുണ്ട്, എന്തേ കുഴപ്പം? നിങ്ങൾക്ക് ഇസ്ലാം അറിയുമോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പ്രിയങ്കരനായ ഒരു സ്വഹാബിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അറിയപ്പെട്ട പ്രഗത്ഭമായ ഹുദൈബിയ സന്ധിയില് അദ്ദേഹം മഹാനായ ആ സ്വഹാബി അംബാസിഡർ ആയിരുന്നു. ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി, പഠിച്ചോ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ആ ഹദീസ്? വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു വസുഹാബുഹു മാ യുഅല്ലിമു വസുഹാബു മുഹമ്മദിൻ മുഹമ്മദാ. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഖൈസർ, കിസ്റ, നജാശി, ഈ രാജകൊട്ടാരങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. രാജാവിനെയും പ്രജകളെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹിനെ, മുഹമ്മദ് നബിയുടെ അനുയായികൾ ആദരിക്കുന്നത് പോലെ
കാരന്തൂരിക്കാവിൽ വെച്ച് ആരാധിക്കുകയല്ല, ആദരിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിനെ ആദരിക്കുന്നത് മറ്റൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. നബിതങ്ങൾക്കാണ് ആദരവെല്ലാം. എത്രയോ രാജകൊട്ടാരങ്ങളിലും രാജസദസ്സുകളിൽ ഞാൻ പങ്കെടുത്ത്. എന്നിട്ട് എന്താ കേൾക്കേണ്ടത് ബഷീറെ? ഫൈസലെ അഡ്വക്കറ്റെ ഒന്ന് പഠിച്ചോ. മുഹമ്മദ് റസൂലുള്ള ഒന്ന് തുപ്പിയാൽ ആ പവിത്രമായ തുപ്പിനീര് സ്വഹാബത്ത് കയ്യിൽ പിടിക്കുന്നു, ശരീരത്തിൽ മൊത്തം തേക്കുന്നു, ബറക്കത്തെടുക്കുന്നു എന്നർത്ഥം. ബറക്കത്തെടുക്കുന്നു. അള്ളാന്റെ റസൂൽ wudu എടുക്കുമ്പോൾ ആ വെള്ളത്തിന് വേണ്ടി അവര് സമരം ചെയ്യുന്നു കിട്ടാൻ. ആ വെള്ളം അവരുടെ ശരീരത്തിൽ ഒപ്പ് എടുക്കുന്നു. ദൈവമാക്കിയതല്ല, ആദരിച്ചതാ. ആ ആദരവ് പ്രവാചകന്മാരുടെ അനന്തരഗാമികളായ പണ്ഡിതന്മാർ 5-8 പോക്കറ്റും പഞ്ചായത്ത് ആഫീസും ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാ പോരാ. സമൂഹത്തിലേക്ക് അങ്ങ് സേവിക്കുമ്പോ, സേവനത്തിനിറങ്ങുമ്പോ അള്ള കൊടുക്കുന്നതാ ഈ ഇക്രാമും ആദരവും ജനമനസ്സുകളിൽ. നിങ്ങൾക്കത് കിട്ടാതെ പോയതിന് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? പെറ്റ പെണ്ണ് നെയ്യും ചോറും തിന്നണ കണ്ട് മച്ചിപ്പെണ്ണ് കലോടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പഠിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹിനെ അവർ ആരാധിച്ചതല്ല ആക്കേണ്ടത്, ആദരിച്ചതാ. അതേപോലെ പണ്ഡിതന്മാരെ ആദരിക്കുന്നു, അവരുടെ കയ്യൊന്ന് പിടിച്ചു മുത്തുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ ഇസ്ലാം അംഗീകരിച്ചതാ. അതല്ലാതെ അവിടെ കാരന്തൂരിലെ കാവിൽ കൊണ്ടുവന്ന് വെച്ച ദൈവമാണെന്നൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് പിന്നെ എന്തും പറയാം, നിങ്ങൾക്ക് എന്തും പറയാം. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കേൾക്കും. ഈ വിദ്വാൻ അഡ്വക്കേറ്റിന്റെ മണ്ണാർക്കാടങ്ങ് പരാജയപ്പെട്ടപ്പോ കമറിന്റെ കൈ തിരിച്ചു കൊടുക്കരുതെന്ന് ഞങ്ങൾ കരുതിയതാന്ന് വെച്ചാ ഇവൻ ആരാ? കമറിന്റെ കൈ തിരിച്ചു കൊടുക്കരുത് എന്ന് ഞങ്ങൾ കരുതിയതാ. ഇത് തൊട്ടു നോക്കണ്ടേ? ഇന്ത്യ രാജ്യമാണ്, നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും നിയമം കയ്യിലെടുക്കാനും ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ് ഇമാതിരിയുള്ള ആളുകളുടെ പ്രസംഗങ്ങളെ പിടിക്കേണ്ടത്, ചാർജ് ഷീറ്റ് ചെയ്യേണ്ടത്, കേസെടുക്കേണ്ടത്. ലോകമറിയുന്ന ഒരു പണ്ഡിതന്റെ കൈ ഞങ്ങൾ അങ്ങ് വെട്ടിയെടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ ഈ പറയുന്നത്? അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ വഹാബികള്, വഹാബി മൂത്ത സലഫികള് IS-ലേക്കും അല്ലാത്തടത്തേക്കും ഒക്കെ പോയി ഒരു അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ കാഫിറാണ്, ചിരിക്കാൻ പാടില്ല എന്നുവരെ തോന്യാസം, അതെ പച്ച തോന്യാസം ഈ രാജ്യത്ത്, ഈ നല്ല കേരളത്തിൽ പ്രസംഗിച്ച, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും മതമൈത്രിയും തകർക്കാൻ ശ്രമിക്കുന്ന അമ്മാതിരിയുള്ള ഭീകരരുടെ കൂട്ടത്തിലല്ലേ ഈ പ്രസംഗിക്കുന്ന അഡ്വക്കേറ്റ്? ഖബറിന്റെ കൈ തിരിച്ചു കൊടുക്കൂല എന്ന്. ഇവരൊക്കെയാണ് ഈ രാജ്യത്തെ ഭീകരവാദികൾ. അവരെയാണ് നിലക്ക് നിർത്തേണ്ടത് എന്ന് ഉത്തരവാദിത്വപ്പെട്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവരുടെ മുടി മർക്കസിൽ വെച്ചിരിക്കുന്ന, മർക്കസിൽ അടിച്ചു വാരാൻ വന്ന ലക്ഷ്മി ചേച്ചിയുടെ മുടിയാണ് പോൽ. മഹാദല്ലാഹ്, മർക്കസിൽ അടിച്ചു വാരാൻ വന്ന ലക്ഷ്മി ചേച്ചിയുടെ മുടിയാണ് ഏത് കാന്തപുരത്തിരിക്കുന്നത്. ഞാൻ ഇതിലൊന്നും മറുപടി പറയുന്നില്ല. 1989, 90 സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ശരിക്കും അറിയാം ഇവരെന്തൊക്കെയാ പറഞ്ഞത്, ഇനി എന്തൊക്കെ പറയില്ല. പിന്നെ കാന്തപുരം ഉസ്താദിനെ പറ്റി പറയുമ്പോ നമുക്കെന്ത് ബേജാറ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതേപോലെ തന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി രണ്ടായിട്ടങ്ങ് വേർതിരിഞ്ഞപ്പോ പറഞ്ഞ തെറിക്ക് വല്ല കയ്യും കണക്കുമുണ്ടോ? ഹദ്ദും ഹസറുമുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞു? മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന 3 രക്തസാക്ഷികൾ, അറബി ഭാഷയുടെ വിഷയത്തിൽ വെടിയേറ്റു മരിച്ച 3 രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം, പാണക്കാട്ട ഉറുമ്പരിക്കാത്ത ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിൽ ഭദ്രമാക്കി വെച്ചിരുന്ന പണം ഒരൊറ്റ രാത്രി കൊണ്ട് അടിച്ചു മാറ്റി എണ്ണി തിട്ടപ്പെടുത്തിയത് കൊണ്ടാണ് കെ ഇ സാഹിബിന്റെ ചുണ്ട് താഴേക്ക് മലർന്നു പോയത്. അറിയോ നിങ്ങൾക്ക്? ഇന്ന് വളർന്നു വരുന്ന സമൂഹം അറിയണം, പഠിക്കണം. ഇന്ന് വളർന്നു വരുന്ന സമൂഹം പഠിക്കണം മുസ്ലിം ലീഗ് ആരാണെന്ന്. ഞാൻ എല്ലാവരെയും വിമർശിക്കുന്നില്ല. ചെറുങ്ങനെ ഒരു തെറ്റങ്ങണ്ടായപ്പോ യൂണിയൻ ലീഗും മുസ്ലിം ലീഗുമായി പിരിഞ്ഞപ്പോ പറഞ്ഞതാ, ഈ ചന്ദ്രിക പത്രത്തിൽ എഴുതിയതാ. ചന്ദ്രിക പത്രത്തിന് ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി അമിതമായ സമ്പാദ്യം ആ ചന്ദ്രിക പത്രത്തിന് വേണ്ടി സമർപ്പിച്ച നേതാവായിരുന്നല്ലോ നിങ്ങളുടെ കെ ഇ സാഹിബ്. അദ്ദേഹത്തിന്റെ ചുണ്ടൊരൽപ്പം താന്നിട്ടായിരുന്നല്ലോ, കണ്ടവർക്കറിയാലോ. എന്താണ് ചുണ്ടങ്ങനെ താഴാൻ കാരണം, മലക്കാൻ കാരണം?
മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നവരുടെ പേരില് പിരിച്ച പണം ഒരൊറ്റ രാത്രി കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തി. സാധാരണ എണ്ണി തിട്ടപ്പെടുമ്പോ ചില ആളുകൾ വിരല് നാവിലേക്ക് വെച്ച് തുപ്പുനീര് കൊണ്ട് എണ്ണാറുണ്ടല്ലോ. അങ്ങനെ എണ്ണിയത് കൊണ്ടാ. നിങ്ങൾ എഴുതിയില്ലേ, നിങ്ങൾ കളിയാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മുസ്ലിം ജനകോടികളുടെ തേജപുഞ്ചമായ ബാഫഖി തങ്ങൾ, നിങ്ങൾ ബാഫഖി തങ്ങളുടെ മഹത്വം പറയുന്നുണ്ടല്ലോ. ഈ അഡ്വക്കറ്റും പറയുന്നുണ്ട്, സീരിയാജിയുടെ മകൻ ബഷീറും പറയുന്നുണ്ട്. ബാഫഖി തങ്ങൾ എന്താ നിങ്ങൾ ചന്ദ്രികയിൽ എഴുതിയത്? ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പുള്ള ചന്ദ്രിക എന്റെ കയ്യിലുണ്ട്, പത്രം. എന്താ എഴുതിയത്? ഒരു കാർട്ടൂൺ. ആ കാർട്ടൂണിൽ പന്നിയുടെ പടം വരച്ചിട്ട് പന്നി ഇറച്ചി മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന കാർട്ടൂൺ വരച്ചുകൊണ്ട് യൂണിയൻ ലീഗ് ആയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ 48ഓളം ഹജ്ജുകൾ ചെയ്ത് അല്ലേ മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് 40 ചില്ലാനം, കൃത്യമായി 40 ചില്ലാനം ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ മകൻ സൈനുല്ലാബ്ദീൻ തങ്ങൾ എന്നോട് ഓർമ്മപ്പെടുത്തിയതാണ് ഒരിക്കൽ. അത്രയും ഹജ്ജുകൾ ചെയ്ത് വിശുദ്ധമായ മക്കയിൽ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്ന ആ മഹാനേതാവിന് ഇമാതിരി തോന്യാസങ്ങൾ പറഞ്ഞ ലീഗ് നിങ്ങൾ പിന്നെ കാന്തപുരത്തെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൽ വെച്ചല്ലേ തണ്ണിമത്തങ്ങ ചോർന്ന് ആ തണ്ണിമത്തങ്ങയുടെ ഉള്ളിലുള്ള ചുവപ്പും ഭദ്രമായ സംഭവങ്ങളും ഒക്കെ എടുത്തു മാറ്റി നീചമായ മലം അതിന്റെ അകത്ത് ഒഴിച്ച് അവസാനം ആ തണ്ണിമത്തങ്ങയുടെ അടപ്പിട്ട് മൂടി ലീഗുകാരനും അഖിലേന്ത്യാ ലീഗുകാരനും തമ്മിൽ സംഘർഷം വന്നപ്പോ അത് വെച്ചിട്ട് വരെ ഏറ് നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരതകളെന്ന് പറയാൻ പറ്റുമോ? വഷളത്തരങ്ങള് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച നിങ്ങൾക്ക് എന്തു തോന്നിയാസവും പറയാം. നിങ്ങളുടെ കൂടെ നിന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പറയാം. അതിലൊന്നും ഞങ്ങൾക്കൊരു ബേജാറുമില്ല. ഈ പറച്ചിൽ കൊണ്ടൊന്നും തകരുന്ന പ്രസ്ഥാനവുമല്ല മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. കാന്തപുരത്തിന് അള്ളാഹു വലിയ ഫദ്ല് കൊടുത്തിട്ടുണ്ട്, വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. അതിനെന്തിനാ അസൂയപ്പെടുന്നത്? ബഷീർ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി. പറഞ്ഞു വന്ന് മന്ത്രി ജലീലിന്റെ ഒരു വിഷയം എടുത്തിട്ടു. ആ ജലീലിന്റെ വിഷയം എടുത്തിടുന്നത് വരെ 4-5 മിനിറ്റ്, 5ഓളം മിനിറ്റുകൾ നിയമസഭയിലുള്ള എല്ലാ ആളുകളും നിശബ്ദരായിരുന്നല്ലോ. ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കണോ ലീഗുകാരാ? അവസാനം ജലീലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോഡ് ഫാദറും മറ്റു ഫാദറും എന്ന് പറഞ്ഞ് മഹാനായ കാന്തപുരം ഉസ്താദിനെ ആക്ഷേപിച്ചപ്പോ മിനിറ്റുകളോളം നിയമസഭ സ്തംഭിക്കുകയും പരസ്പര വാഗ്വാദങ്ങൾ നടക്കുകയും. അവിടെ എന്താ കാന്തപുരത്തിന്റെ MLA മാരുണ്ടോ? അല്ലെ സക്കാഫിമാരുണ്ടോ? അല്ലെ എത്തിമക്കളുണ്ടോ? ഇല്ലല്ലോ. നാനാജാതി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള കാന്തപുരത്തിന്റെ ഒരു MLA അവിടെ ഇല്ല. ഈ ബഷീറിനെ പറയാൻ അനുവദിക്കാത്ത നിലക്ക് ബ്ലോക്ക് ചെയ്തെങ്കിൽ അതാണടാ കാന്തപുരം. ജനമനസ്സുകളിൽ മനുഷ്യ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ മായാതെ നിൽക്കുന്ന ഈ സമൂഹത്തിന് അള്ളാഹു കനിഞ്ഞരുളിയ കനിയാണ് കാന്തപുരം. പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ മഹത്വമോ വലിപ്പമോ അല്ല, അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളുടെ മുമ്പിൽ അള്ളാഹു കൊടുത്ത പ്രൊട്ടക്ഷൻ. അത് തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി 989, 90 കാലഘട്ടങ്ങളിലേക്ക് വിളിച്ചു വരുത്താതെ എല്ലാവർക്കും സമാധാനമായി ജീവിക്കാനും അവരവരുടെ ആശയങ്ങൾ പറയാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കുക. ഈ പറയുന്ന അതേ ക്ലിപ്പ് തന്നെ നോക്കുമ്പോ കാണാം കമ്പ്യൂട്ടറിന്റെ മൗസും മോണിറ്ററും എന്താണെന്ന് ഈ സീതി ഹാജിയുടെ മകൻ ബഷീർ ഒരു പേപ്പർ നോക്കിയിട്ടാണ് മൗസ് എന്താണ്, അതേപോലെ തന്നെ മോണിറ്റർ എന്താണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഒരു പേപ്പർ നോക്കിയിട്ട് വായിക്കുന്ന വിവരമുള്ള നിനക്ക് കാന്തപുരത്തെയും പ്രസ്ഥാനത്തെയും വിമർശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാപ്പ ഉദ്ദേശിച്ചത് നടക്കാതെ ഇനി മകൻ അതിനുവേണ്ടി മെനക്കെടേണ്ട കാര്യമില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് സത്യപ്രസ്ഥാനമാണ്. അതിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. അനവരതം അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. മലവെള്ള പാച്ചിൽ വരുമ്പോ അതിനെ മണൽ ചിറകെട്ടി തടയാൻ ശ്രമിക്കരുത്. അത് വിഡ്ഢികളുടെ പരിപാടിയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സമാധാനത്തിലൂടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സമാധാനത്തിലൂടെ അവരവരുടെ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്വലാലയിൽ നിന്ന് അബു യാസീൻ. അസ്സലാമു അലൈക്കും. ഈ രാജകൊട്ടാരങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. രാജാവിനെയും പ്രജകളെയും ഒക്കെ കണ്ടിട്ടുണ്ട്.
പക്ഷേ മുഹമ്മദ് റസൂലുള്ളാനെ മുഹമ്മദ് നബിയുടെ അനുയായികൾ ആദരിക്കുന്നത് പോലെ കാരന്തൂരിക്കാവിൽ വെച്ച് ആരാധിക്കുകയല്ല, ആദരിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിനെ ആദരിക്കുന്നത് മറ്റൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. നബിതങ്ങൾക്കാണ് ആദരവെല്ലാം. എത്രയോ രാജകൊട്ടാരങ്ങളിലും രാജസദസ്സുകളിൽ ഞാൻ പങ്കെടുത്ത്. എന്നിട്ട് എന്താ കേൾക്കേണ്ടത് ബഷീറെ? ഫൈസലെ അഡ്വക്കറ്റെ ഒന്ന് പഠിച്ചോ. മുഹമ്മദ് റസൂലുള്ള ഒന്ന് തുപ്പിയാൽ ആ പവിത്രമായ തുപ്പിനീര് സ്വഹാബത്ത് കയ്യിൽ പിടിക്കുന്നു, ശരീരത്തിൽ മൊത്തം തേക്കുന്നു, ബറക്കത്തെടുക്കുന്നു എന്നർത്ഥം. ബറക്കത്തെടുക്കുന്നു. അള്ളാന്റെ റസൂൽ ഒന്നു കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന് വേണ്ടി അവര് സമരം ചെയ്യുന്നു കിട്ടാൻ. ആ വെള്ളം അവരുടെ ശരീരത്തിൽ ഒപ്പ് എടുക്കുന്നു. ദൈവമാക്കിയതല്ല, ആദരിച്ചതാ. ആ ആദരവ് പ്രവാചകന്മാരുടെ അനന്തരഗാമികളായ പണ്ഡിതന്മാർ 5-8 പോക്കറ്റും പഞ്ചായത്ത് ആഫീസും ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാ പോരാ. സമൂഹത്തിലേക്ക് അങ്ങ് സേവിക്കുമ്പോ, സേവനത്തിനിറങ്ങുമ്പോ അള്ള കൊടുക്കുന്നതാ ഈ ഇക്രാമും ആദരവും ജനമനസ്സുകളിൽ. നിങ്ങൾക്കത് കിട്ടാതെ പോയതിന് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? പെറ്റ പെണ്ണ് നെയ്യും ചോറും തിന്നണ കണ്ട് മച്ചിപ്പെണ്ണ് കലോടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പഠിച്ചു. മുഹമ്മദ് റസൂലുള്ളാനെ അവർ ആരാധിച്ചതല്ല ആക്കേണ്ടത്, ആദരിച്ചതാ. അതേപോലെ പണ്ഡിതന്മാരെ ആദരിക്കുന്നു, അവരുടെ കയ്യൊന്ന് പിടിച്ചു മുത്തുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ ഇസ്ലാം അംഗീകരിച്ചതാ. അതല്ലാതെ അവിടെ കാരന്തൂരിലെ കാവിൽ കൊണ്ടുവന്ന് വെച്ച ദൈവമാണെന്നൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് പിന്നെ എന്തും പറയാം, നിങ്ങൾക്ക് എന്തും പറയാം. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കേൾക്കും. ഈ വിദ്വാൻ അഡ്വക്കേറ്റിന്റെ മണ്ണാർക്കാടങ്ങ് പരാജയപ്പെട്ടപ്പോ കമറിന്റെ കൈ തിരിച്ചു കൊടുക്കരുതെന്ന് ഞങ്ങൾ കരുതിയതാന്ന് വെച്ചാ ഇവൻ ആരാ? കമറിന്റെ കൈ തിരിച്ചു കൊടുക്കരുത് എന്ന് ഞങ്ങൾ കരുതിയതാ. ഇത് തൊട്ടു നോക്കണ്ടേ? ഇന്ത്യ രാജ്യമാണ്, നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും നിയമം കയ്യിലെടുക്കാനും ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ് ഇമാതിരിയുള്ള ആളുകളുടെ പ്രസംഗങ്ങളെ പിടിക്കേണ്ടത്, ചാർജ് ഷീറ്റ് ചെയ്യേണ്ടത്, കേസെടുക്കേണ്ടത്. ലോകമറിയുന്ന ഒരു പണ്ഡിതന്റെ കൈ ഞങ്ങൾ അങ്ങ് വെട്ടിയെടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ ഈ പറയുന്നത്? അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ വഹാബികള്, വഹാബി മൂത്ത സലഫികള് IS-ലേക്കും അല്ലാത്തടത്തേക്കും ഒക്കെ പോയി ഒരു അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ കാഫിറാണ്, ചിരിക്കാൻ പാടില്ല എന്നുവരെ തോന്യാസം, അതെ പച്ച തോന്യാസം ഈ രാജ്യത്ത്, ഈ നല്ല കേരളത്തിന് പ്രസംഗിച്ച, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും മതമൈത്രിയും തകർക്കാൻ ശ്രമിക്കുന്ന അമ്മാതിരിയുള്ള ഭീകരരുടെ കൂട്ടത്തിലല്ലേ ഈ പ്രസംഗിക്കുന്ന അഡ്വക്കേറ്റ്? ഖബറിന്റെ കൈ തിരിച്ചു കൊടുക്കൂല എന്ന്. ഇവരൊക്കെയാണ് ഈ രാജ്യത്തെ ഭീകരവാദികൾ. അവരെയാണ് നിലക്ക് നിർത്തേണ്ടത് എന്ന് ഉത്തരവാദിത്വപ്പെട്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളവറുകളുടെ മുടി മർക്കസിൽ വെച്ചിരിക്കുന്നു. മർക്കസിൽ അടിച്ചു വാരാൻ വന്ന ലക്ഷ്മി ചേച്ചിയുടെ മുടിയാണ് പോൽ. മഹാദല്ലാഹ്, മർക്കസിൽ അടിച്ചു വാരാൻ വന്ന ലക്ഷ്മി ചേച്ചിയുടെ മുടിയാണ് ഏത് കാന്തപുരത്തിരിക്കുന്നത്. ഞാൻ ഇതിലൊന്നും മറുപടി പറയുന്നില്ല. 1989, 90 സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ശരിക്കും അറിയാം ഇവരെന്തൊക്കെയാ പറഞ്ഞത്, ഇനി എന്തൊക്കെ പറയില്ല. പിന്നെ കാന്തപുരം ഉസ്താദിനെ പറ്റി പറയുമ്പോ നമുക്ക് എന്ത് ബേജാറ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതേപോലെ തന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി രണ്ടായിട്ടങ്ങ് വേർതിരിഞ്ഞപ്പോ പറഞ്ഞ തെറിക്ക് വല്ല കയ്യും കണക്കുമുണ്ടോ? ഹദ്ദും ഹസറുമുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞു? മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന 3 രക്തസാക്ഷികൾ, അറബി ഭാഷയുടെ വിഷയത്തിൽ വെടിയേറ്റു മരിച്ച 3 രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം, പാണക്കാട്ട ഉറുമ്പരിക്കാത്ത ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിൽ ഭദ്രമാക്കി വെച്ചിരുന്ന പണം ഒരൊറ്റ രാത്രി കൊണ്ട് അടിച്ചു മാറ്റി എണ്ണി തിട്ടപ്പെടുത്തിയത് കൊണ്ടാണ് കെ ഇ സാഹിബിന്റെ ചുണ്ട് താഴേക്ക് മലർന്നു പോയത്. അറിയോ നിങ്ങൾക്ക്? ഇന്ന് വളർന്നു വരുന്ന സമൂഹം അറിയണം, പഠിക്കണം. ഇന്ന് വളർന്നു വരുന്ന സമൂഹം പഠിക്കണം മുസ്ലിം ലീഗ് ആരാണെന്ന്. ഞാൻ എല്ലാവരെയും വിമർശിക്കുന്നില്ല. ചെറുങ്ങനെ ഒരു തെറ്റങ്ങുണ്ടായപ്പോ യൂണിയൻ ലീഗും മുസ്ലിം ലീഗുമായി പിരിഞ്ഞപ്പോ പറഞ്ഞതാ, ഈ ചന്ദ്രിക പത്രത്തിൽ എഴുതിയതാ. ചന്ദ്രിക പത്ര മയക്കുപിടി കൊടുത്ത് അവിടെ നിന്ന് പണ്ഡിതന്മാരെ കൈപിടിച്ച് ഉയർത്തി സമൂഹത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന അജയ്യനായ നേതാവാണ് കാന്തപുരം. അദ്ദേഹത്തിന്റെ വരവ് നിങ്ങൾക്ക് സഹിക്കുന്നില്ല, നിങ്ങൾക്ക് സുഖിക്കുന്നില്ല. എങ്ങനെയും അങ്ങ് തകർക്കാമെന്നാണോ ധരിക്കുന്നത്?
ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അതിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്. നിശ്ചയം അല്ലാഹു തആല ആരുടെ കൂടെ ഉള്ളത്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരോടുകൂടെ, ഒപ്പം നന്മകൾ ചെയ്യുന്നവരോടുകൂടെ. അവശത അനുഭവിച്ച, അവകാശം നിഷേധിക്കപ്പെട്ട, അവഗണനയുടെ ചാട്ടവാറടിയേറ്റ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി കാവൽ കിടക്കുന്ന ഒരു നേതാവിനെ നിങ്ങളങ്ങ് വിമർശിക്കുമ്പോ, നിങ്ങളങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്ന് ധരിക്കുമ്പോ, അതൊക്കെ ഫലിക്കണമെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ തീരുമാനമില്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് അങ്ങോട്ട് ഇമ്പാച്ച് മുഴക്കണ്ട. വിമർശിക്കുന്നിടത്തോളം റബ്ബർ പന്ത് പോലെ അടിക്കുന്നതിന്റെ ഡബിൾ സ്ട്രോങ് തിരിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുന്ന കാഴ്ചയാണ് കാന്തപുരം ഗ്രൂപ്പിന് കേരളത്തിന് പുറത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ ചുമ്മാതിരുന്നാൽ നല്ലത് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താറുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ നോക്ക് ബഷീറെ. അതേപോലെ ഫൈസലെ, പരിശുദ്ധമായ ഇസ്ലാം എന്താണെന്ന് ആദ്യം ഒന്ന് പഠിക്ക. അല്ലാതെ പച്ചക്കൊടിയും തോളിൽ വെച്ച് കുറെ കാലം ഈ മലബാറിൽ ഇങ്ങനെ നടന്നിട്ട് നിയമസഭയിലും മൈക്ക് കിട്ടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കാന്തപുരം ഉസ്താദിനെ ആദരിക്കുന്നുണ്ട്, അതിനെന്തേ കുഴപ്പം? കൈ മുത്തുന്നുണ്ട്, എന്തേ കുഴപ്പം? നിങ്ങൾക്ക് ഇസ്ലാം അറിയുമോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പ്രിയങ്കരനായ ഒരു സ്വഹാബിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അറിയപ്പെട്ട പ്രഗത്ഭമായ ഹുദൈബിയ സന്ധിയില് അദ്ദേഹം മഹാനായ ആ സ്വഹാബി അംബാസിഡർ ആയിരുന്നു. ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പഠിച്ചോ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ആ ഹദീസ്? വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു വസുഹാബുഹു മാ യുഅല്ലിമു വസുഹാബു മുഹമ്മദിൻ മുഹമ്മദാ. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഖൈസർ, കിസ്റ, നജാശി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഫൈസൽ ബാബു എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയുടെ ഒരു വോയിസ് കേൾക്കാനിടയായി. കാന്തപുരം ഉസ്താദിനെ പറ്റി അദ്ദേഹം പറയുന്നത് മുട്ടത്തുകാവിലെ മൂർത്തിയെ ആരാധിക്കുന്നത് പോലെ കാരന്തൂരി കാവിലെ ദൈവമാണ് കാന്തപുരം. എന്താ കാരണം? കാന്തപുരത്തെ എല്ലാവരും മുത്തുന്നു, കാന്തപുരത്തെ മുത്താൻ കിട്ടാത്ത ഒരു പേരോടിനെ മുത്തുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വേവലാതി. ഈ വേവലാതിയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് കാരന്തൂരി കാവിലെ ദൈവമാണ് കാന്തപുരം എന്ന്. പണ്ടേ മുസ്ലിം ലീഗുകാരിൽ പലർക്കും വിവരമില്ല. അതെല്ലാവരും അനുഭവിച്ചറിഞ്ഞ വിഷയമാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങിങ്ങായി കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രായം ചെന്ന കുറെ ആളുകളും മറ്റുമൊക്കെ ഈ കാവ്യം കൊണ്ടെടുത്തവർ ഉള്ള കാലത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് സുഖിക്കാം എന്നതിനപ്പുറം ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും കഴിയുന്ന സമൂഹം വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണിടറി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഇത് വെറുതെ വലിയ വർത്താനം പറഞ്ഞതല്ല. നമ്മൾ വേങ്ങരയിലും താനൂരിലും തിരൂരും ഒക്കെ, കൊയിലാണ്ട് അതേപോലെ തന്നെ കൊടുവള്ളിയിലും ഒക്കെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാ. അതുകൊണ്ട് വലിയ വർത്താനം പറയാൻ നിൽക്കണ്ട. ഇവിടെ ശക്തമായ ഭാഷയിൽ മഹാനായ കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്ന സീതി ഹാജിയുടെ മകൻ ബഷീർ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു. ഞാൻ ചോദിക്കട്ടോ, നിങ്ങളുടെ ഉപ്പ ഉണ്ടല്ലോ സീതി ഹാജി, അദ്ദേഹമല്ലേ പുളിക്കൽ നിന്ന് പ്രസംഗിച്ചത് എന്റെ ഓരോ തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ഞാൻ ചിലവഴിക്കുമെന്ന്? എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ വാപ്പയുടെ പ്രസംഗം കൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിന് അതിശക്തമായ കോട്ടകൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുമെല്ലാം ഉണ്ടാവാൻ പ്രചോദനമുണ്ടായത്. നിങ്ങളുടെ വാപ്പയുടെ അതേപോലത്തെ മുസ്ലിം ലീഗിന്റെ ആളുകളുടെ പ്രസംഗവും പ്രവർത്തനവുമാണെങ്കിൽ ഇനിയും നിങ്ങൾ ആ തെറിപ്പാട്ടും പൂരപ്പാട്ടുമാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കൊരു പേടിയുമില്ല. 1989-90 കാലഘട്ടങ്ങളില് ഒരാളും ചിന്തിക്കാത്ത സമരമുഖങ്ങൾ കടന്നു വന്നവരാണ് സുന്നികൾ. ആദർശ വൈരാളികളുടെ തോക്കും തൂക്കുമരവും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിരുന്നു ഒരു കാലത്ത് പണ്ഡിതന്മാരെ മയക്കിക്കിടത്തിന് ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി അമിതമായ സമ്പാദ്യം ആ ചന്ദ്രിക പത്രത്തിന് വേണ്ടി സമർപ്പിച്ച നേതാവായിരുന്നല്ലോ നിങ്ങളുടെ കെ ഇ സാഹിബ്. അദ്ദേഹത്തിന്റെ ചുണ്ടൊരൽപ്പം താന്നിട്ടായിരുന്നല്ലോ, കണ്ടവർക്കറിയാലോ. എന്താണ് ചുണ്ടങ്ങനെ താഴാൻ കാരണം, മലക്കാൻ കാരണം? മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നവരുടെ പേരില് പിരിച്ച പണം ഒരൊറ്റ രാത്രി കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തി. സാധാരണ എണ്ണി തിട്ടപ്പെടുമ്പോ ചില ആളുകൾ വിരല് നാവിലേക്ക് വെച്ച് തുപ്പുനീര് കൊണ്ട് എണ്ണാറുണ്ടല്ലോ, അങ്ങനെ എണ്ണിയത് കൊണ്ടാ
നിങ്ങൾ എഴുതിയില്ലേ? നിങ്ങൾ കളിയാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മുസ്ലിം ജനകോടികളുടെ തേജപുഞ്ചമായ ബാഫഖി തങ്ങൾ, നിങ്ങൾ ബാഫഖി തങ്ങളുടെ മഹത്വം പറയുന്നുണ്ടല്ലോ. ഈ അഡ്വക്കറ്റും പറയുന്നുണ്ട്, സീരിയാജിയുടെ മകൻ ബഷീറും പറയുന്നുണ്ട്. ബാഫഖി തങ്ങൾ എന്താ നിങ്ങൾ ചന്ദ്രികയിൽ എഴുതിയത്? ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പുള്ള ചന്ദ്രിക എന്റെ കയ്യിലുണ്ട്, പത്രം. എന്താ എഴുതിയത്? ഒരു കാർട്ടൂൺ. ആ കാർട്ടൂണിൽ പന്നിയുടെ പടം വരച്ചിട്ട് പന്നി ഇറച്ചി മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന കാർട്ടൂൺ വരച്ചുകൊണ്ട് യൂണിയൻ ലീഗ് ആയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ 48ഓളം ഹജ്ജുകൾ ചെയ്ത് അല്ലേ മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് 40 ചില്ലാനം, കൃത്യമായി 40 ചില്ലാനം ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ മകൻ സൈനുല്ലാബ്ദീൻ തങ്ങൾ എന്നോട് ഓർമ്മപ്പെടുത്തിയതാണ് ഒരിക്കൽ. അത്രയും ഹജ്ജുകൾ ചെയ്ത് വിശുദ്ധമായ മക്കയിൽ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്ന ആ മഹാനേതാവിന് ഇമാതിരി തോന്യാസങ്ങൾ പറഞ്ഞ ലീഗ്, നിങ്ങൾ പിന്നെ കാന്തപുരത്തെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൽ വെച്ചല്ലേ തണ്ണിമത്തങ്ങ ചോർന്ന് ആ തണ്ണിമത്തങ്ങയുടെ ഉള്ളിലുള്ള ചുവപ്പും ഭദ്രമായ സംഭവങ്ങളും ഒക്കെ എടുത്തു മാറ്റി നീചമായ മലം അതിന്റെ അകത്ത് ഒഴിച്ച് അവസാനം ആ തണ്ണിമത്തങ്ങയുടെ അടപ്പിട്ട് മൂടി. ലീഗുകാരനും അഖിലേന്ത്യാ ലീഗുകാരനും തമ്മിൽ സംഘർഷം വന്നപ്പോ അത് വെച്ചിട്ട് വരെ ഏറ് നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരതകളെന്ന് പറയാൻ പറ്റുമോ? വഷളത്തരങ്ങള് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച നിങ്ങൾക്ക് എന്തു തോന്നിയാസവും പറയാം. നിങ്ങളുടെ കൂടെ നിന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പറയാം. അതിലൊന്നും ഞങ്ങൾക്കൊരു ബേജാറുമില്ല. ഈ പറച്ചിൽ കൊണ്ടൊന്നും തകരുന്ന പ്രസ്ഥാനവുമല്ല മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനമെന്ന് ഓർമ്മപ്പെടുത്തുക.